ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോയേക്കുന്ന സ്ഥലം എന്ന് വെച്ചാലുണ്ടല്ലോ പറൂർ തന്നെയാണ്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന പറയുന്നത് ഒരു ഫാൻ വാങ്ങിക്കാനാണ് കേട്ടോ ഈ കടയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു കടയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ നിവ ബേബി ആണെങ്കിൽ ടോയ്സ് ഷോപ്പാണെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഓടി ഓടിയൊക്കെ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഞാനും നിവ ബേബിയും കൂടെ വന്ന് നിൽക്കുന്നത് പറയുന്നത് നമുക്ക് സ്പൂൺ അതൊക്കെ മേടിക്കാനൊന്നുമില്ല, പക്ഷെ ഞങ്ങളത് കണ്ടപ്പോഴേക്കും അവിടെ ഞങ്ങൾ നിന്ന് പോയതാണ് കേട്ടോ. അപ്പൊ ചേട്ടൻ ഫാൻ വാങ്ങിക്കാനുള്ള ഇതിൽ തയ്യാറെടുപ്പിലാണ്. ചേട്ടനോട് ഫാനിന്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുവാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടിട്ട് ഞാനും നിവാ ബേബിയും കൂടെ ഒക്കെ അവിടെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കുവാണ് കേട്ടോ. അപ്പൊ ഗായ്സ്, ഇവിടെ ഫാൻ മാത്രമല്ല കേട്ടോ, എല്ലാ സാധനങ്ങളും നമ്മുടെ ഒരു അടുക്കളയിലും വീട്ടിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവിടേക്ക് ഒന്ന് ഓടിച്ച് കാണുവാണ് എന്തൊക്കെയുണ്ടെന്ന്. എനിക്കാണെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടം. എനിക്ക് അങ്ങനെ ഒരുപാട് പാത്രങ്ങളോട് ക്രേസ് ഒന്നുമില്ല, പക്ഷെ ഇങ്ങനെ എല്ലാം കൂടെ കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകുന്നു, ഇതിൽ ഏതാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ഈ ഒരു ചെറിയൊരു പാത്രം കിട്ടിയിട്ട് ഇങ്ങനെ ഇത്തിരി കുഞ്ഞനായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു പീസിന് 12 രൂപയേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന മേക്കർ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വേണം എന്നുണ്ട്, പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ഇത് ഞാൻ ഉടനെ മേടിക്കുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. കാരണം ഇടിയപ്പം പ്രസ് ചെയ്യാൻ ഭയങ്കര പാടായതുകൊണ്ട് നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ആ ഒരു ഇടിയപ്പത്തിന് മേക്കർ മേടിക്കണം എന്ന് കരുതിയിരിക്കും വേണ്ട ഞാൻ. അപ്പം നമ്മൾ വാങ്ങിയിരിക്കുന്ന ഫാൻ എന്ന് വെച്ചാൽ ബ്ലൂബെറിൻ്റെ കമ്പനിയാണ്, BLDC ഫാനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം കറണ്ട് ഒരുപാട് ആവില്ല ഈ ഒരു ഫാൻ ഉപയോഗിച്ചാൽ കേട്ടോ. കാരണം നമുക്ക് കറണ്ട് ബിൽ ഓൾറെഡി ഒത്തിരി വരുന്നതുകൊണ്ടിട്ട് നമ്മൾ BLDC ഫാനാണ് ഇപ്പം എല്ലാം നമ്മൾ ആക്കുന്നത് ഇങ്ങനത്തെ ഒരു ഫാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫാനൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ചിരവ കണ്ടോ, ഇത് ഇലക്ട്രിക് ചിരവയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ഷോപ്പിൽ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചിരവ ഉണ്ടെന്ന് പോലും അറിയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഇങ്ങനെ ചിരവയുണ്ടോ? നമുക്ക് ഇങ്ങനത്തെ ചിരവയൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ദൈവാനുഗ്രഹം ഇങ്ങനത്തെ ചിരവൊക്കെ മേടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ സ്റ്റീൽ പാത്രം, നമ്മൾ ഈ പാത്രങ്ങളൊക്കെ മേടിക്കണം എന്ന് കരുതിയതല്ല, പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് ഈ പ്ലേറ്റ് കണ്ടപ്പോഴേക്കും മേടിക്കണം എന്ന് തോന്നിയിട്ടോ. 2 സ്റ്റീൽ പാത്രം മേടിച്ചു. അപ്പോൾ ചേട്ടനോട് ഇത് മതിയോ എന്ന് ഞാൻ ചോദിക്കുവാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഈ ഒരു കണ്ടെയ്നർ ഞാൻ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള ബോക്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും നട്ട്സ് ഒക്കെ ഇട്ട് വെക്കാമല്ലോ. അപ്പം എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. നമ്മൾ ഈ ഫാൻ മാത്രം മേടിക്കാൻ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഷോപ്പിൽ വന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾ അതുകൂടാതെ ഒത്തിരി സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചും കേട്ടോ. അപ്പോൾ എന്തായാലും ബില്ല് ചെയ്യാനായി നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു കറി കൊണ്ടുപോകാൻ പറ്റിയൊരു ബോക്സ് നോക്കുവാണ്. അപ്പോൾ ചേട്ടൻ കറി കൊണ്ടുപോകുമ്പോൾ മിക്ക ലീക്കായി പോകുന്നുണ്ട്. അപ്പോൾ ഏത് ബോക്സ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂസ്ഡിലാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ചെറിയൊരു സ്പോറ ടൈപ്പുള്ള കണ്ടെയ്നറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാൻ എന്ന് വെച്ചാൽ നല്ല നമുക്ക് എന്താ പറയുക, കറണ്ട് ബില്ലൊക്കെ ഒരുപാടാകുന്നവർക്ക് ഈ ഒരു BLDC ഫാൻ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫാൻ മാത്രം മേടിക്കാൻ വന്നിട്ട് ഇത്തിരി സാധനങ്ങൾ വേറെ വാങ്ങിച്ചും കേട്ടോ. അപ്പോൾ നിവാ ബേബി ആണെങ്കിൽ അവൻ അതിൻ്റെ മേളിൽ കയറിയിരിക്കണം, പിന്നെ അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇരിക്കണം കണ്ടിട്ട് അവന് ഭയങ്കര കൊതിയായിട്ട് മേളിൽ കയറ്റിയിരുത്തിയേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് പപ്പ ഫാനൊക്കെ പൊക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതുകൂടാതെ തന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ.